സ്റ്റാൻലി സാർ നമസ്കാരം. ഇപ്പോൾ 50-50 തട്ടിപ്പിന്റെ കാലമാണ്. ഈ 50-50 തട്ടിപ്പ് പകുതി പൈസയ്ക്ക് സ്കൂട്ടർ തരാമെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തെ ഒന്നാകെ പറ്റിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും രസകരമായ വസ്തുത എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗത്തിലുള്ള രാഷ്ട്രീയക്കാരും ഇതിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. കാരണം ഏതെങ്കിലും ഒരു അഴിമതിയോ തട്ടിപ്പോ വരുമ്പോൾ ഒന്നോ രണ്ടോ രാഷ്ട്രീയക്കാരൊക്കെ ഇതിൽ കുടുങ്ങുന്നത് സ്വാഭാവികമാണ്. ഇത് ജഡ്ജി മുതൽ സാധാരണക്കാരൻ, അതായത് പാമരൻ മുതൽ പണക്കാരൻ വരെയുള്ള ആളുകൾ ഇതിലുണ്ട് എന്ന് പറയുന്നത് പോലെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കോടാനുകോടികളുടെ തട്ടിപ്പ്. ഇതിന്റെ എന്താണ് ഇതിന് പുറകിൽ പ്രവർത്തിച്ച കാര്യം? ഇതിലെ യാഥാർത്ഥ്യം എന്താണ് സാർ? തട്ടിപ്പ് ഇന്ത്യയില് ബ്രിട്ടീഷുകാർ പോയ ദിവസം തുടങ്ങി. 1947 ഓഗസ്റ്റ് 15 തുടങ്ങി തട്ടിപ്പ് ഇവിടെ ഇന്ത്യയിൽ തുടങ്ങി. ബ്രിട്ടീഷുകാർ ഉണ്ടായിരുന്നപ്പം തട്ടിപ്പില്ലായിരുന്നു, നിയമവ്യവസ്ഥ ഉണ്ടായിരുന്നു. അവര് കൊള്ളയടിക്കുന്നു എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കോൺഗ്രസിന്റെ കയ്യിലോട്ട് ഭരണം കിട്ടിയതോടുകൂടി എല്ലാ കോൺഗ്രസ്സുകാരും തട്ടിപ്പ് ആരംഭിച്ചു. ആ തട്ടിപ്പ് പിടിക്കാനാണ്, കോൺഗ്രസ്സുകാരുടെ തട്ടിപ്പ് കൊണ്ട് പൊറുതിമുട്ടിയാണ് കേന്ദ്രത്തിൽ പണ്ട് നെഹ്റു ഗവൺമെന്റ് CBI ഉണ്ടാക്കിയത്, തട്ടിപ്പുകാരെ പിടിക്കാൻ വേണ്ടി. പക്ഷെ CBI അവസാനം മൻമോഹൻ സിംഗ് ആയപ്പോഴത്തേനും തത്തയായി മാറി. ഇപ്പൊ തട്ടിപ്പ് അപങ്കുരം തുടരുകയാണ്. കേരളത്തിൽ നമ്മൾ 1956 തുടങ്ങി ഇങ്ങോട്ട് നോക്കിയ തട്ടിപ്പുകളെ പറ്റി ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം, അതായത് ഒരു 1980 തുടങ്ങി റെഗുലർ ആയിട്ട് ഈ രീതിയിലുള്ള തട്ടിപ്പുകൾ, അത് ബാങ്ക് ഡെപ്പോസിറ്റ്, പ്രൈവറ്റ് ബാങ്ക്, ചിട്ടി കമ്പനി, മണി ചെയിൻ, അങ്ങനെ പല രീതിയിലുള്ള തട്ടിപ്പുകൾ വന്നിട്ടുണ്ട്. ഫ്രീ തട്ടിപ്പ്, ഇതെല്ലാം വന്നിട്ടുണ്ട്. അതിന്റെ എല്ലാം പുറകിൽ കൃത്യമായിട്ട് കോൺഗ്രസ്സുകാരായിരുന്നു. കോൺഗ്രസ് ഫാമിലിയിൽപ്പെട്ടവരോ കോൺഗ്രസിനോട് ആഭിമുഖ്യം പുലർത്തുന്നവരോ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരോടോ ഗവൺമെന്റിനോടോ ചേർന്നവരാണ് ഈ തട്ടിപ്പുകളെല്ലാം നടത്തിയിരിക്കുന്നത്. അതിൽ മറ്റുള്ള ആൾക്കാരും ചെറിയ റോളുകളൊക്കെ വഹിച്ചിരുന്നെങ്കിലും ഇതിന്റെ പ്രഭവ കേന്ദ്രം കോൺഗ്രസ് തന്നെ ആയിരുന്നു ഈ തട്ടിപ്പുകളുടെയൊക്കെ. അതായത് അനേകം ഇതെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭരണം കേരളത്തിൽ 5 വർഷം മാറുന്നതുകൊണ്ട് അവർക്ക് LDF-ആയിട്ടും ബന്ധമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്ന ഈ തട്ടിപ്പിൽ ജുഡീഷ്യറി, പോലീസ്, മീഡിയ, BJP അങ്ങനെ പല ആൾക്കാരെ കൂടെ ചേർത്തിട്ടുണ്ട്. ഞാൻ ഇതേപോലത്തെ ഒരു സിമിലർ തട്ടിപ്പിന്റെ കഥ പറയാം. അത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വിദ്യാഭ്യാസ തട്ടിപ്പെന്നും പറഞ്ഞ് കെയർ ആൻഡ് കൺസേൺ, സ്കൈ ബ്ലൂ എന്നെല്ലാം പറഞ്ഞ് കുറെ പരിപാടികൾ കേരളത്തിലുണ്ടായിരുന്നു. അവരുടെ പ്രോമിസ് ഇപ്പൊ ഈ അനന്തു കൊടുത്ത് അതേ പ്രോമിസ് തന്നെ. 1 ലക്ഷം രൂപയാണ് കോളേജിൽ കൊടുക്കേണ്ട ഫീസ്. പിള്ളേർക്ക് ഞങ്ങൾ 50% സ്കോളർഷിപ്പ് കൊടുക്കുന്നു എന്ന് വെച്ചാൽ 50 ലക്ഷം രൂപ സ്കോളർഷിപ്പ് കൊടുക്കുന്നു എന്ന് വാഗ്ദാനം ചെയ്യുന്നു. കുട്ടികളോട് ബാക്കി 50,000 രൂപയും സർട്ടിഫിക്കറ്റും ഈ പറയുന്ന തട്ടിപ്പ് കമ്പനിക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. കുട്ടികൾ ബാക്കി 50,000 കമ്പനി അടച്ചോളുമെന്ന് വിചാരിച്ച് കമ്പനിയുടെ ഓഫീസിൽ പോയി സർട്ടിഫിക്കറ്റും 50,000 രൂപയും കൊടുക്കുന്നു. ഇപ്പൊ ഈ തട്ടിപ്പ് കമ്പനി എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, സ്കോളർഷിപ്പിന് അവന്മാരുടെ 10 പൈസ പോലും ഇല്ലായിരുന്നു. അവര് ഈ സർട്ടിഫിക്കറ്റും ആയിട്ട് ബാംഗ്ലൂർ വന്ന് ബാംഗ്ലൂരിലുള്ള കോളേജുകാരോട് പറഞ്ഞു, നിങ്ങളുടെ 60 സീറ്റ് ഞങ്ങൾക്ക് തന്നേരെ, ഞങ്ങൾ 60 കുട്ടികളെ തരാം, അവരുടെ ഫീസ് എല്ലാം ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും. ഇവിടെ സ്കോളർഷിപ്പ് എന്നല്ല പറഞ്ഞത്, ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ആ കോളേജിന് ആ പൈസ വന്നോളും, ഒരു മാസത്തിനകം ലോൺ വരും എന്ന് പറഞ്ഞു. അപ്പൊ 50,000 രൂപ വാങ്ങിച്ച കമ്പനി 49,000 രൂപയും തിന്നിട്ട് 1000 രൂപയ്ക്ക് ഒരു ആപ്ലിക്കേഷൻ വാങ്ങിച്ച് ഇവിടെ പിള്ളേർക്ക് അഡ്മിഷൻ എടുത്ത പോലെ ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കി ആ ഡോക്യുമെന്റ് വെച്ച് ബാങ്കിൽ ഒരു ലോണിനും അപേക്ഷ കൊടുത്തിട്ട് കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് ചാടിച്ചു. ഇവിടെ കൊണ്ടുവന്ന് ചാടിച്ചപ്പോൾ കുട്ടികൾ ആകെ കൊടുക്കേണ്ട പൈസ 1 ലക്ഷം, കൊടുത്തിരിക്കുന്നത് 1000. അപ്പൊ ആദ്യത്തെ 1 മാസം മാനേജ്മെന്റ് സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഇട്ട് പിള്ളേർക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തു. 1 മാസം കഴിഞ്ഞ് ബാക്കി ലോൺ എന്തിയ പൈസ എന്തിയെന്ന് ചോദിച്ചപ്പോൾ പിള്ളേർ പറഞ്ഞു, സാറേ ഞങ്ങൾ 50,000 രൂപ കമ്പനി കൊടുത്തിട്ടുണ്ട്, ബാക്കി 50,000 രൂപ സ്കോളർഷിപ്പ് കമ്പനി തരൂന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവിടെ എത്രയാണ് അടച്ചിരിക്കുന്നത്? ഇവിടെ 1000 രൂപ ആപ്ലിക്കേഷൻ ഫോമേ കൊടുത്തിട്ടുള്ളൂ, ആപ്ലിക്കേഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ അന്വേഷിച്ച് പെറുക്കിയപ്പോഴാണ് മാനേജ്മെന്റിന് മനസ്സിലായത് ഇത് ഭയങ്കര തട്ടിപ്പാണ്. മാനേജ്മെന്റ് കെണിയിൽ വീണു. അങ്ങനെ കംപ്ലൈന്റ് ആയെങ്കിലും അന്നത്തെ UDF ഗവൺമെന്റ്, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആ ആൾക്കാരെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അതിൽ ഒരാൾ മാത്രം അങ്ങാണ്ട് ജയിലിലുണ്ട്, ബാക്കി ആൾക്കാരെല്ലാം രക്ഷപ്പെട്ടു. ബാക്കി അതുപോലത്തെ തട്ടിപ്പുകൾ എല്ലാവരും രക്ഷപ്പെട്ടു പോയി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്നത്തെ കാലത്ത് ഈ തട്ടിപ്പുകാർക്ക് അനുകൂലമായിട്ടാണ് നിന്നത്. കേരളത്തിൽ അന്ന് പ്രിന്റ് മീഡിയയാണ് കൂടുതൽ, വിഷ്വൽ മീഡിയ 1-2 എണ്ണമേ ഉള്ളൂ. ഈ പ്രിന്റ് മീഡിയയും വിഷ്വൽ മീഡിയയും കൃത്യമായിട്ട് തട്ടിപ്പുകാരുടെ കൂടെ നിന്നു, ഓർത്തോണം. കാരണം ഈ തട്ടിപ്പ് കമ്പനിക്കാര് വലിയ പരസ്യങ്ങളാണ്, ഫുൾ പേജ് പരസ്യങ്ങളാണ് കേരളത്തിലെ ലീഡിംഗ് പ്രിന്റ് മീഡിയയിൽ അന്ന് കൊടുത്തോണ്ടിരുന്നത്. അവര് ചെയ്തു. ഇതിന് പുറമെ അവർ വേറൊരു കള്ളത്തരം കൂടെ കാണിച്ചു. അതായത് ഈ തട്ടിപ്പ് നടത്തിയത് പ്രൈവറ്റ് കമ്പനികളാണ്, ഫേക്ക് കമ്പനികളും രാഷ്ട്രീയക്കാരും കൂടിയാണ് തട്ടിപ്പ് നടത്തിയത്.
ഇത് പിടിച്ചു എന്നായി കഴിഞ്ഞപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ഈ കള്ള മീഡിയയും ഈ കമ്പനിയും കൂടെ കോളേജുകാരും ഏജന്റുമാരും ആ തട്ടിപ്പ് നടത്തിയെന്ന് വ്യാജം പറഞ്ഞു വരുത്തി. ഇവർ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്ത അഭ്യാസമാണ്. കേരളത്തിലെ മീഡിയയും തട്ടിപ്പ് കമ്പനിയും കൂടെ ചെയ്ത അഭ്യാസമാണ്. യഥാർത്ഥത്തിൽ ഈ തട്ടിപ്പിൽ മാനേജ്മെന്റിനോ കൺസൾട്ടന്റിനോ ഒരു പങ്കുമില്ലായിരുന്നു. മാനേജ്മെന്റും അല്ല കൺസൾട്ടന്റും അല്ല ഇത് ചെയ്തത്. ഇതിന്റെ അകത്ത് വലിഞ്ഞു കയറി വന്ന തട്ടിപ്പ് കമ്പനിക്കാരും കോൺഗ്രസ് രാഷ്ട്രീയക്കാരും കൂടെ ചെയ്ത തട്ടിപ്പായിരുന്നു. ഇവിടെയും ഈ 50-50 തട്ടിപ്പിന്റെ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ അന്ന് ഈ കുട്ടികളെ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയായപ്പോൾ അവരെ സഹായിക്കാൻ കൗൺസിലിങ്ങിന് പോയപ്പോൾ ഞാൻ ഈ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, നിങ്ങളോട് എന്താ പറഞ്ഞത്? ഞങ്ങളോട് സാറേ അത് 1 ലക്ഷം രൂപ കോളേജ് ഫീസ്, 50,000 രൂപ കൊടുത്താൽ ഞങ്ങൾക്ക് ബാക്കി 50 ഇവർ തരുമെന്നാ പറഞ്ഞത്. അപ്പൊ ഈ ആദ്യത്തെ 50 നിങ്ങൾ എവിടെയാ അടച്ചത്? അത് ഞങ്ങൾ കമ്പനിക്ക് കൊടുത്തു. അപ്പൊ ഞാൻ ചോദിച്ചു, അവിടെ അല്ലല്ലോ അടയ്ക്കേണ്ടത്. ആദ്യത്തെ 50 കമ്പനി 50 തരുമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 50 അടയ്ക്കേണ്ടത് കോളേജിന്റെ അക്കൗണ്ടിലാണ്. കോളേജിന്റെ അക്കൗണ്ടിൽ അടച്ചിരുന്നെങ്കിൽ 50 കണ്ടാര്, ബാക്കി 50 പ്രശ്നം വരത്തുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ കോൺഗ്രസ്സുകാരും കള്ളത്തട്ടിപ്പുകാരും കൂടി ഇവരോട് പറഞ്ഞു, അങ്ങനെ പോയാൽ പറ്റത്തില്ല, എല്ലാം കമ്പനി കൂടെ അങ്ങ് ചെന്നാൽ മാത്രമേ സ്കോളർഷിപ്പ് വരത്തുള്ളൂ, അതുകൊണ്ട് കമ്പനിയിലോട്ട് തള്ളിക്കോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ പിള്ളേർ കുടുങ്ങിയത്. ഇതേ മോഡസ് ഓപ്പറൻഡി തന്നെയാണ് ഈ അനന്തകൃഷ്ണനും അനന്തകുമാറും ടീമുകളും കാണിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ബൈക്കിന്റെ വില അല്ല സ്കൂട്ടറിന്റെ വില 1 ലക്ഷം രൂപ. 50-50 50,000 ഈ വാങ്ങിക്കുന്ന ഗുണഭോക്താവ് മുടക്കുന്നു, 50,000 CSR ഫണ്ടിൽ നിന്നോ NGO നിന്നോ എവിടുന്നേലും ഡിസ്കൗണ്ട് കിട്ടുമെന്ന് പറയുന്നു. അപ്പോ എന്താണ് ചെയ്യേണ്ടത്? ആദ്യത്തെ 50,000 എവിടെയാണ് അടയ്ക്കേണ്ടത്? കേരളത്തിൽ പല ബൈക്ക് കമ്പനിയുണ്ട്, യമഹ, ഹോണ്ട, ബജാജ്, അത് ഇത് TVS, അങ്ങനെ പല കമ്പനിയുണ്ട്. ഏതേലും ഒരു കമ്പനി, ഏത് കമ്പനി ആയിട്ടാണോ ടൈപ്പ്, ആ കമ്പനിയുടെ അക്കൗണ്ടിലാണ് അടയ്ക്കേണ്ടത്. ഏതെങ്കിലും സ്കൂട്ടർ കമ്പനിയുടെയോ ബൈക്ക് കമ്പനിയുടെയോ അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ഇവര് സ്കൂട്ടർ കമ്പനികളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ടില്ല. തുടക്കത്തിലെ ഇത് തട്ടിപ്പാണ്. ഏതെങ്കിലും സ്കൂട്ടർ. ഇനി രണ്ടാമത്തെ 50 വരേണ്ടത് CSR നിന്നാണ്. ഇപ്പം വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികളുണ്ട്, കമ്പ്യൂട്ടർ കമ്പനികളുണ്ട്, ഇന്ത്യയിൽ അനേകം MNC ഉണ്ട്. ഏതെങ്കിലും MNCയിൽ നിന്ന് ഇവർക്ക് എഗ്രിമെന്റ് ഉണ്ടോ 50% കൊടുക്കൂന്ന്, CSR ഫണ്ട് കൊടുക്കൂന്ന്? ഇല്ല. അപ്പം ഈ രാഷ്ട്രീയക്കാരുടെ അടുത്ത്, അത് കോൺഗ്രസ് ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, പോലീസുകാരനായിക്കോട്ടെ, ജഡ്ജി ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ആരേലും ആയിക്കോട്ടെ, അവന്റെ അടുത്ത് വെറും 22 വയസ്സോ 23 വയസ്സോ ഉള്ള, അതിന് മലയാളത്തിൽ പറയുന്ന വാക്ക്, ആസനത്തിലെ മഞ്ഞൾ മാറാത്ത ഒരു പയ്യൻ വന്ന് പറയുക 500 കോടി രൂപ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനുള്ള ബുദ്ധിയെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കുള്ളോ? ഇവിടുത്തെ ജഡ്ജിമാർക്കും പോലീസിനും മീഡിയയ്ക്കും ഉള്ളോ? ആസനത്തിലെ മഞ്ഞൾ മാറാത്തവനാണ് ഈ തട്ടിപ്പുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. വലിയ ആൾക്കാരൊന്നുമല്ല. നിങ്ങൾ ഈ പുറകോട്ട് കേരളത്തിൽ നോക്കിയാൽ കേരളത്തിലെ എല്ലാ തട്ടിപ്പുകളും നടത്തിയിരിക്കുന്നത് 20-നും 30-നും ഇടയ്ക്ക് പ്രായമുള്ളവരാണ്. വേർപ്പിന്റെ അസുഖമുള്ളവർ, ഒരു ജോലിയും ചെയ്യാത്തവർ, അതായത് ചുമ്മാ ഇപ്പൊ നമ്മുടെ അടുത്തോട്ടൊക്കെ ഓരോരുത്തർ വന്ന് പറയുന്നതാണ്, ഇവിടെ സാറേ വലിയൊരു പദ്ധതി ഉണ്ട്. എന്താണ് പദ്ധതി? അത് പപ്പായ കൃഷി. അപ്പൊ പപ്പായക്ക് 40 രൂപ 50 രൂപയാണ് വില. അത് നമ്മൾ സ്ഥലം എടുക്കുന്നു, പപ്പായ കൃഷി ചെയ്യുന്നു, ഭയങ്കര ലാഭം. അപ്പൊ ഞാൻ പറയും, ഞാൻ പാലായിൽ നിന്നുള്ള ആളാണ്, കപ്പയാണ് കൃഷി ചെയ്യുന്നത്, പപ്പായയിൽ താല്പര്യമില്ല, വിട്ടുപോക്കൂ. പിന്നെ വേറൊരുത്തം വരുന്നു, സാറേ ഇനി ആട് കൃഷി വരുന്നു. ആട് തേക്ക് മാഞ്ചിയത് നിങ്ങൾ ഓർക്കുമല്ലോ, ഒരാട് പ്രസവിക്കുന്നു, 4 കുട്ടി, ആ 4 കുട്ടിയും തള്ളയാടും കൂടെ പിന്നെയും പ്രസവിക്കുന്നു, അപ്പം 16 കുട്ടി, അത് കഴിഞ്ഞ് കഴിയുമ്പം അത് 32 കുട്ടി, അങ്ങനെ ഇരട്ടിച്ച് കയറുകയാണ്. ഈ ഉണ്ടാകുന്ന മുഴുവൻ പെണ്ണാടല്ല, മുട്ടനാടും അതിൻ്റെ അകത്ത് ഉണ്ടാവും എന്നുള്ള കാര്യം ഈ മറന്നു പോകുന്നുണ്ട്. ഈ തട്ടിപ്പുകാർ മറന്നുപോയ ഒരു കാര്യം, ഒരാട് പ്രസവിക്കുന്നതിലെ പകുതിയെ പെണ്ണാടുള്ളൂ, പകുതി മുട്ടനാടാണെന്നുള്ള കാര്യം പറഞ്ഞത്. അതായത് ഈ അനന്തുവും അനന്തകുമാറും ഒക്കെ വന്നപ്പം റൂമിലോട്ട് പിടിച്ചിട്ടിട്ട് നല്ല ചത ചാത്തിരുന്നെങ്കിൽ ഈ തട്ടിപ്പ് ഉണ്ടാകലായിരുന്നു. ഈ രാഷ്ട്രീയക്കാരെല്ലാം ഇതിൻ്റെ അകത്ത് പോയി തല കാണിച്ച രാഷ്ട്രീയക്കാരും ജഡ്ജിയും പോലീസും പത്രക്കാരും സാമൂഹ്യ പ്രവർത്തകരും NGO-ക്കാരും എല്ലാം ശരിക്കും വിഡ്ഢിയാക്കപ്പെട്ടു, പമ്പര വിഡ്ഢിയാക്കപ്പെട്ടു. ഇവനെ പിടിച്ച് സംശയമുള്ളത്, ഈ പറയുന്ന കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ കേരളത്തിലെ പല ജനപ്രതിനിധികളും ഒക്കെ ഈ സ്കൂട്ടർ വിതരണം ചെയ്യുന്നതിന്റെ ഉദ്ഘാടന പരിപാടികളിലും മറ്റുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ അവര് അതിൽ പെട്ടുപോയതാണെന്ന് കരുതാം. പക്ഷെ ഒരു കേന്ദ്ര സർക്കാരിന്റെ അടക്കം പേരിൽ ഇത്തരം ഒരു കാര്യങ്ങൾ പ്രചരിച്ചിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടാണ് എന്ന് വരെ ഇത്തരം കാര്യങ്ങളിൽ പല ഭാഗത്തും പ്രചാരണം ഉണ്ടായിരുന്നു. കേരളത്തിലെ BJP നേതാക്കന്മാരിൽ പലരും, പേരൊന്നും പറയുന്നില്ല, പക്ഷെ കേരളത്തിലെ BJP നേതാക്കന്മാരിൽ പലരും ഇതിന് സപ്പോർട്ട്
സപ്പോർട്ട് ചെയ്തു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ പേര് വരുന്നു. ലാലി വിൻസെന്റ് മറ്റു പലരുടെയും പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാർ, കേന്ദ്രം ഭരിക്കുന്ന ഒരു ഗവൺമെന്റ്, അതിലെ ഒരു പാർട്ടി, അതിലെ നേതാക്കന്മാർ ഇവർക്കൊരു ഫോൺ കോൾ ചെയ്താൽ മനസ്സിലാവുന്ന ഒരു കാര്യത്തിൽ ഈ BJP നേതാക്കന്മാർ എങ്ങനെ പോയി പെട്ടു എന്നാണ് സാർ എനിക്ക് മനസ്സിലാവാത്തത്. അത് മനസ്സിലാക്കാം. ദയവേത് BJP എന്നുള്ള വാക്ക് ഉപയോഗിക്കല്ലേ, KJP എന്ന് ഉപയോഗിക്കുക. BJP അല്ല ഈ കേരളത്തിൽ ഈ തട്ടിപ്പിന് ഇറങ്ങിയിരിക്കുന്നത്, KJP ആണ്. അത് ദേശീയതയായിട്ട് വലിയ ബന്ധമുള്ളവരൊന്നും അല്ല. പകല് കോൺഗ്രസും രാത്രി കമ്മ്യൂണിസ്റ്റും ഒക്കെ ആയിട്ട് നടക്കുന്ന ചില ആൾക്കാരാണ്. ചരടും കുറിയൊക്കെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. യഥാർത്ഥത്തില് ഈ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്, ഈ വരുന്ന ആള്, ഈ അനന്തകൃഷ്ണനോ അല്ലെങ്കിൽ ആനന്ദകുമാറോ ഇങ്ങനെ വരുന്ന ആൾക്കാർ ചെയ്യുന്ന ഒരു അടവുണ്ട്. അവർ വന്നിട്ട് സാറേ ഒരു 1000 കോടി കിട്ടിയിട്ടുണ്ട്, അപ്പൊ സാറ് ഞങ്ങൾക്കൊരു 100 പേരെ റെഫർ ചെയ്യണം, അതിന് അവർ പകുതി അടച്ചാൽ മതി, പകുതി ഞങ്ങൾ തരുന്നു, അതിന്റെ ക്രെഡിറ്റ് സാറിനുള്ളതാണ് എന്ന് മാത്രമല്ല സാറിന് ഞങ്ങൾ അതിലൊരു ഭാഗം നീക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഓഫർ. ഈ ഓഫറിലോട്ട് പോയി ഇവന്മാർ കമന്നടിച്ച് വീണു. ഈ മുഴുവൻ ആൾക്കാരും, ഇതിനകത്ത് ആരോപിതരായിട്ടുള്ള മുഴുവൻ ആൾക്കാരും, രാഷ്ട്രീയക്കാരും പത്രക്കാരും ജുഡീഷ്യറിയും പോലീസും രാഷ്ട്രീയക്കാരും ഇടത് വലത് കംപ്ലീറ്റ് ടീമുകൾ ഈ സ്വീറ്റ് ഓഫറിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു, സാർ ഒന്നും അറിയണ്ട, CSR ഇങ്ങനെ ഒഴുകി വരുന്നു ഫണ്ട്, ബാക്കി പകുതി നാട്ടുകാർ കൊടുക്കുന്നു, അതിൽ നിന്ന് കിട്ടുന്ന ഒരു 20% കമ്മീഷനുണ്ട്, അത് ഞങ്ങൾ പാർക്ക് ചെയ്തേക്കാം. അങ്ങനെയാണ് പലർക്കും കിട്ടിയത്. പല രാഷ്ട്രീയക്കാർക്കും ഇത് കിട്ടിയിരിക്കുന്നത് ആ 20% കമ്മീഷനാണ് കിട്ടിയിരിക്കുന്നത്, 2 സൈഡിൽ നിന്നുള്ള. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ബോധം ഈ 22-23 വയസ്സുള്ള പയ്യൻ തട്ടിപ്പുകാരനാണെന്ന് ഒറ്റ നോട്ടത്തിൽ അവന്റെ മുഖത്തോട് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അല്ലാണ്ട് കൂടുതൽ അമേരിക്കയിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. അവനെ കൃത്യമായിട്ട് അന്നേരം റൂമിൽ പൂട്ടിയിട്ട് നല്ല ചത ചാതിരുന്നെങ്കിൽ അവിടെ തന്നെ ഈ തട്ടിപ്പ് നിന്നേനെ. ഇവൻ ഏത് രാഷ്ട്രീയക്കാരനെയാണോ ആദ്യം കണ്ടത്, അയാൾ ആദ്യം ചെയ്യേണ്ടത് കോട്ടയം കുഞ്ഞത്തിലെ മമ്മൂട്ടി ചെയ്യുന്ന പോലെ കഥ കുറ്റിയിടുക, നല്ല താങ്ങ് കൊടുക്കുക. അപ്പൊ കൃത്യമായിട്ട് ഈ തട്ടിപ്പ് പുറത്തു വന്നേനെ. CSR ഇല്ല, ഒന്നുമില്ല, സാറ് കഞ്ചാവ് അടിച്ചേച്ച് പറഞ്ഞതാണ്, അറിയാതെ പറഞ്ഞു പോയതാണ്, MDMA അടിച്ചത് കൂടുതലായിപ്പോയി, അതാണെന്ന് കിളി പോലെ അവൻ പറഞ്ഞേനെ. അത്രേ ഉള്ള കാര്യം. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഈ തട്ടിപ്പ് ഒന്നും പുറത്തു വരത്തില്ല. ഈ പോയ പൈസ ഒരാളുടെയും കിട്ടത്തില്ല. മലയാളിയുടെ ഏറ്റവും വലിയ പ്രശ്നം, ഡെപ്പോസിറ്റ് ഇല്ലാതെ ഡൽഹിയിൽ തോക്കുന്നവനെ വയനാട്ടിൽ കൊണ്ടുവന്ന് ജയിപ്പിക്കുന്നവനാണ് മലയാളി. അതാണ് പ്രശ്നം. ഡെപ്പോസിറ്റ് ഇല്ലാതെ ഡൽഹി തോറ്റ് 0 പ്രാവശ്യം വാങ്ങിയവനെ വയനാട്ടിൽ കൊണ്ടുവന്ന് ജയിപ്പിക്കുന്നവനാണ് മലയാളി. ഇതിൽ തട്ടിപ്പ് പെട്ട ആൾക്കാർ, ഇതിൽ 50% സ്കൂട്ടർ കിട്ടുമെന്ന് വിശ്വസിച്ച് പൈസ കൊടുത്തവർക്കിട്ടും കൂടെ ഒരു ശിക്ഷ കിട്ടിയാലേ കേരളത്തിൽ ഈ പണി നിൽക്കത്തുള്ളൂ. ഫ്രീ എന്ന് പറയുമ്പോഴേ എടുത്തു ചാടി ഓടുകയാണ്. പകുതി ഫ്രീ, മുഴുവൻ ഫ്രീ, ഒന്നും വേണ്ട എന്ന് പറയുന്നത് എടുത്തു ചാടി ഓടുകയാണ്. അപ്പൊ ഇതിനകത്ത് ഒരു ഫ്രീ ഉണ്ടെങ്കിൽ, ഇപ്പൊ 50% ഫ്രീ ഉണ്ടെങ്കിൽ ബാക്കി 50% നിങ്ങൾ അടയ്ക്കേണ്ടത് എവിടെയാണ്? അടയ്ക്കേണ്ടത് ബാങ്കിലാണ്. ആരുടെ അക്കൗണ്ടിലാണ്? എവിടുന്നാണോ നിങ്ങൾക്ക് ആ സർവീസ് കിട്ടേണ്ടത് അവിടുന്നാണ്, ബ്രോക്കറുടെ അക്കൗണ്ടിലല്ല. ഈ കോളേജ് അഡ്മിഷന്റെ കാര്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ സമയത്ത് പറ്റിയതും ഇതിന്റെ പറ്റിയതും ഈ ഗുണഭോക്താവാകുന്ന സ്ത്രീയോ പുരുഷനോ അവരോട് ചോദിക്കേണ്ടത്, ഓക്കെ നിങ്ങൾ എനിക്ക് ഏത് ബൈക്കാ തരുന്നത്, യമഹയോ TVS ബജാജോ എന്തായാലും ആട്ടെ, ഓക്കെ ആ കമ്പനിയുടെ അക്കൗണ്ട് ഇതാ, ഞാൻ എന്റെ 50,000 അവിടെ ഇടുന്നു, നിങ്ങളുടെ 50,000 അങ്ങോട്ട് ഇട്ടു, അപ്പൊ കമ്പനി എനിക്ക് ബൈക്ക് തന്നോളൂ. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കേസാണ്. ഒരാളുടെ അടുത്ത് പോലും ഈ പറ്റിക്കപ്പെട്ടിട്ടുള്ള 10,000 പേരിൽ ഒരാൾക്കിന്റെ തലയിൽ പോലും ഈ സാമാന്യ ബുദ്ധി, ആനബുദ്ധിയൊന്നുമില്ല, വെറും സാമാന്യ ബുദ്ധി, സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചില്ല. ഈ ജുഡീഷ്യറിയും പോലീസും ഒക്കെ ഇതിനകത്ത് വന്ന് കയറിയിട്ടുണ്ട്. അവരാൾക്കാരെ ക്രോസ് ചെയ്യുന്ന, ഓരോ കേസിലും ക്രോസ് ചെയ്യുന്ന, എന്തുകൊണ്ട് ഈ NGOകളെ ക്രോസ് ചെയ്തില്ല? ഇനി NGOകളുടെ കഥ കൂടെ പറയാം, അതായാലും രസമാണ്. മോഡി ഗവൺമെന്റ് വന്ന് NGOകളെ അക്കൗണ്ടബിൾ ആക്കി, NGOയിലേക്കുള്ള കണ്ടെയ്നർ പൈസ, ടെറർ ഫണ്ട്, അങ്ങനെയുള്ള പല സാധനങ്ങളും നിരോധിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തതോടുകൂടി ഈ NGOകൾ സത്യം പറഞ്ഞാൽ പട്ടിണിയിലായിരുന്നു. അതായത് ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു ഈ NGOകൾ. അപ്പോഴാണ് പോത്തിന് ഏത്തക്കാ കിട്ടുന്ന പോലെ ഇതാ CSR ഫണ്ട് വരുന്നു എന്ന് വാർത്ത വരുന്നു. മേല് കീഴ് നോക്കിയില്ല, പറയുന്നവന്റെ ഓതന്റിസിറ്റി നോക്കിയില്ല, കമ്പനിയിൽ ചെക്ക് ചെയ്തില്ല. ഈ പയ്യന്മാര് ഫ്രോഡാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും NGOയ്ക്ക് ഇല്ലായിരുന്നു. NGO പറഞ്ഞു ഉടനെ ഞങ്ങൾ ഇതാ 100 പേരെ കൊണ്ടിരുന്നു, അവർ 50,000 രൂപ അടയ്ക്കുന്നു, നീ 50 അടച്ചോ, 20% നമ്മൾ വീതം വെക്കുന്നു, എല്ലാം റെഡി. ഈ മുഴുവൻ NGO കോർഡിനേഷൻ അത് ഇതെന്നെല്ലാം പറഞ്ഞ് ഒരാൾ പോലും ക്രോസ് ചെക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി അത്രയും വലിയ മണ്ടനാണെന്ന്, മലയാളിയെ ഈസി ആയിട്ട് പറ്റിക്കാവുന്ന ഈ രാഷ്ട്രീയ കക്ഷികളും ജുഡീഷ്യറിയും പോലീസും പത്രക്കാരും ഈ തട്ടിപ്പുകാരും NGOകളും കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. ഏറ്റവും സോഫ്റ്റ് ടാർഗറ്റ് ആണ്, അൾട്രാ ഇഡിയറ്റ് ആണ് മലയാളി. ഡൽഹിയിൽ ഡെപ്പോസിറ്റ് ഇല്ല, വട്ടപൂജ്യം വാങ്ങിയവനെ വയനാട്ടിൽ ജയിപ്പിക്കുന്നവനാണ് മലയാളി. കോൺഗ്രസ്സുകാരത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു.
10-15 വർഷം ഇപ്പൊ കോൺഗ്രസിന് ഭരണം പോയിട്ട് 10 വർഷമായി. ഇനി കോൺഗ്രസിന് ആകെയുള്ള ഒരു വഴി തട്ടിപ്പ് നടത്തുക എന്നുള്ളതാണ്. അത് അവർ ഒഫീഷ്യലായിട്ട് നടത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ അകത്തോട്ട് പോയി വീഴേണ്ട ആവശ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ KJPക്കോ ഇല്ലായിരുന്നു. മാത്രമല്ല ഇനി അവര് വീണോട്ടെ, ബാക്കി ആൾക്കാരെ കൂടെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഈ പറ്റിക്കപ്പെട്ടവരധികവും പാവപ്പെട്ടവരാണ്. അത്ര പാവപ്പെട്ടവരും അല്ല. ഇപ്പൊ 1 ലക്ഷം രൂപയുടെ സ്കൂട്ടർ വാങ്ങിക്കണമെങ്കിൽ 50,000 രൂപ കയ്യിൽ നിന്ന്, 50,000 രൂപ ഉണ്ടാക്കാൻ പറ്റിയവരാണ് പറ്റിക്കപ്പെട്ടിരിക്കുന്നത്. 10 പൈസ ഇല്ലാത്തവനല്ല. അപ്പൊ അതുകൊണ്ട് ഇത് അന്വേഷിക്കേണ്ടത് NIA ആണ്. ഇതിന്റെ അത് ഇത്രയും വലിയൊരു എമൗണ്ട് ഉള്ളതുകൊണ്ട് ഈ ഫണ്ട് കേരളമായതുകൊണ്ടും ഇത് തീവ്രവാദത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഫണ്ട് തീവ്രവാദത്തിന് തീർച്ചയായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. തീവ്രവാദ ഫണ്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആരും മിണ്ടാണ്ടിരുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കുക, കേരളത്തിൽ ഏത് തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ആ കാലഘട്ടത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ട്. അത് പൊളിഞ്ഞു വരുമ്പോഴേ അത് തെളിയത്തുള്ളൂ. അത് UDF ആണേലും LDF ആണേലും. ഇല്ലാതെ ഇനി 1 വർഷം ഓടുകയില്ല. ആ കവറപ്പ് കിട്ടത്തില്ല. മീഡിയകൾ മിണ്ടാണ്ടിരിക്കത്തില്ല. ഞാന് ഇത് അന്നത്തെ ഈ 10-20 വർഷം മുമ്പാന്ന് തോന്നുന്നു, ഉമ്മൻചാണ്ടിയുടെ ആദ്യത്തെ ഗവൺമെന്റ് കാലത്താണ് ഈ വിദ്യാഭ്യാസ തട്ടിപ്പുകൾ അരങ്ങേറുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിൽ കുട്ടികൾ ആത്മഹത്യ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി അവർക്ക് കാവലിരുന്ന് അവരെ കൗൺസിലിംഗ് കൊടുത്ത്, പിന്നെ അവരുടെ പേപ്പർ മുഴുവൻ ബാങ്കിൽ കൊണ്ടുപോയി ബാങ്കിൽ നിന്ന് ചെറിയ ലോൺ കൊടുത്ത് നാട്ടിൽ പിരിവ് നടത്തി ആ കുട്ടികളെ, അവരന്ന് പഠിച്ച കുട്ടികൾ എല്ലാവരും രക്ഷപ്പെട്ടു. അവര് ബാങ്ക് ലോൺ കിട്ടി, അത് തിരിച്ചടച്ചു. അങ്ങനെയൊക്കെ അവരെ പിന്നീട് രക്ഷപ്പെടുത്തിയെടുത്തു. പക്ഷെ അതിൻ്റെ അകത്തൊരു കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഇവർക്ക് ലോൺ കിട്ടാൻ ഒരു പ്രൊവിഷൻ കിടപ്പുണ്ടായിരുന്നു. ഈ കേസിൽ അതും പറ്റത്തില്ല. ഈ കേസിൽ ഓൾറെഡി പറ്റിപ്പ് നടന്നു, ഇവരുടെ പൈസ പോയി. ഇനി ഇവർക്ക് വണ്ടി കൊടുക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. ഇവരോട് മേടിച്ച പൈസ മുഴുവൻ മുക്കി, ഓരോ രാഷ്ട്രീയക്കാരും ആൾക്കാരുമായിട്ട് മുക്കി. ഇനി ഇവർക്ക് ചെയ്യാവുന്ന ഒരു പരിഹാരം, ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം എന്ന് പറയുന്നത്, ഇതിൽ കേന്ദ്ര അന്വേഷണം നടത്തി പണം എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിട്രൈവ് ചെയ്യുക. അത് കിട്ടാനുള്ള ചാൻസ് തീരെ കുറവാണ്. പിന്നെ ഇതിനകത്ത് തീവ്രവാദമോ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനമോ ഗവൺമെന്റ് വിരുദ്ധ പ്രവർത്തനമോ നടന്നിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക. കാരണം ഇതിനകത്ത് കോൺഗ്രസ് ഇൻവോൾവ് ആണ്. പിന്നെ ഈ മൂന്നാമത്തെ ഒരു കാര്യം, ഈ പൈസ പോയവരുണ്ട്, 10-15 പേര് പകുതി കൊടുത്ത്, അവർക്ക് ചെയ്യാവുന്നത് ഒരു വിരല് വായിലിടുക, എന്നിട്ട് മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കുക ആശ്വാസത്തിന് വേണ്ടി. ഇതാണ് അവർക്ക് ചെയ്യാവുന്നത്. കാരണം നിങ്ങളൊരു കാര്യം ആലോചിക്കണം, 1 ലക്ഷം രൂപയ്ക്ക് വണ്ടി വാങ്ങിക്കുന്നവനെ പൊട്ടനാക്കാനാണ് ഈ 50,000 രൂപയ്ക്ക് വണ്ടി കിട്ടുമെന്നും പറഞ്ഞു പോയത്. 1 ലക്ഷം രൂപയ്ക്ക് ടാക്സ് പേ ചെയ്ത് മണി ഉണ്ടാക്കി പൈസ വാങ്ങിക്കുന്നവനെ, 1 ലക്ഷം രൂപയ്ക്ക് ബൈക്ക് വാങ്ങിക്കുന്നവനെ വിഡ്ഢിയാക്കുകയാണ് ഈ 50,000-ന് കിട്ടുന്നവൻ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആ പണിക്ക് പോയവർക്കും ഒരു കുഞ്ഞു പണിഷ്മെന്റ് ആവശ്യമാണ്. ഇത് ഫുള്ളി ഇതിന്റെ മൊത്തം കൺക്ലൂഷൻ ഇതാണ്, ഇതൊരു ഗവൺമെന്റ് സ്പോൺസേർഡ് തട്ടിപ്പാണ്. കേരളത്തിലെ ഭരണപക്ഷം, പ്രതിപക്ഷം, അല്ലാത്ത പക്ഷം, മീഡിയ പ്രൊസ്റ്റിറ്റ്യൂട്ടുകള്, എന്താണ് ഇവര്, പോലീസ്, ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, സാമൂഹ്യ പ്രവർത്തകര്, NGO എല്ലാരും കൂടി, അതായത് ടോട്ടൽ ഇന്ത്യ അലയൻസ് തട്ടിപ്പ്. പിന്നെ ഇതിനകത്ത് കേന്ദ്രം ഭരിക്കുന്ന കക്ഷികളിലെ ചില ആൾക്കാരും കൂടെ പോയി നാണം കെട്ട് തലവെച്ചത് പാർട്ടി അന്വേഷിക്കേണ്ടതാണ്. അതിൽ തലവെച്ചിട്ടുള്ള ആൾക്കാർക്ക് കൃത്യമായ ശിക്ഷയോ വാണിങ്ങോ കൊടുക്കേണ്ടതാണ്. കാരണം അവർക്കിത് ചെക്ക് ചെയ്യാൻ്റെ ബുദ്ധി അവർ കാണിക്കണമായിരുന്നു. ഈ ഒരു കോൺഗ്രസ്സുകാരൻ ഒരു BJPക്കാരന്റെ ഓഫീസിൽ ഒരു പ്രപ്പോസലുമായിട്ട് വരുമ്പം അത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് വേണം. ഒരു BJPക്കാരന്റെ ഓഫീസിലോട്ട് ഒരു കോൺഗ്രസ്സുകാരൻ ചേട്ടാ ഫണ്ടുണ്ട് നമുക്കങ്ങ് ചെയ്തേക്കാമെന്ന് പറഞ്ഞാൽ അത് പോലീസിന് ടിപ്പ് ഓഫ് ചെയ്യാനും കേന്ദ്ര ഗവൺമെന്റിന് ടിപ്പ് ഓഫ് ചെയ്യാനും അവനെപ്പറ്റി അന്വേഷണം നടത്തിക്കാനും അവനെ പിടിപ്പിക്കാനുമുള്ള ബാധ്യതയുണ്ട് BJPയുടെ നേതാവിന്. അല്ലാണ്ട് അവൻ പറയുന്നത് കേൾക്കുകയല്ല ചെയ്യേണ്ടത്. നാളെ ഒരു DYFIക്കാരനോ SFIക്കാരനോ വരികയാണ്, സാറേ ഫണ്ടുണ്ട് തട്ടിപ്പ് നടത്തിയേക്കാമെന്ന് പറഞ്ഞാൽ അതിന് കൂടെ തേരുകയല്ല ചെയ്യേണ്ടത്. അന്നേരം അത് പരാതിയായിട്ട് എഴുതി കേന്ദ്ര ഗവൺമെന്റിനെ അറിയിക്കണം, അവനെ പിടിപ്പിക്കണം. അല്ലാണ്ട് അവന്റെ കൂടെ കൂടി നിന്ന് ഫോട്ടോ എടുക്കുകയല്ല ചെയ്യേണ്ടത്. ഇതാണ് അതിനകത്തെ കള്ളത്തരം. അപ്പൊ ഇത് എന്താണേലും അന്വേഷണം നടക്കട്ടെ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പക്ഷേ ഇതിന്റെ അകത്ത് എല്ലാവരും രക്ഷപ്പെടും, ഗവൺമെന്റ് ഇവരെ രക്ഷപ്പെടുത്തും, പൈസയും പോയി. ഏക്കാലും നാട്ടുകാർക്ക് ഇതൊരു നാട്ടുകാർക്ക് എന്താണ് ഒരു അനുഭവ പാഠം, അത്രേ ഉള്ളൂ അതിൻ്റെ കാര്യം. തീർച്ചയായും സാർ പറഞ്ഞതുപോലെ ഭരണകക്ഷിയും പ്രതിപക്ഷവും എല്ലാ കക്ഷികളും ഒരുമിച്ച് ചേർന്ന് നടത്തിയ ഒരു തട്ടിപ്പായത് കൊണ്ട് തന്നെ ഇതിൽ എത്രമാത്രം സത്യങ്ങൾ പുറത്തു വരും, ആരൊക്കെ പിടിയിലാകുമെന്നൊക്കെ ഉള്ളത് നമുക്ക് ഊഹിച്ചാൽ മാത്രം മനസ്സിലാവുന്ന കാര്യമാണ്. എന്തായാലും വളരെ കൃത്യമായി ഇതിന്റെ ഭാഗത്ത് ഇതിന്റെ ഉള്ളുകളിലെല്ലാം സാർ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഇത് ആളുകൾ കാണുന്നുണ്ടായിരിക്കും. ഇനിയെങ്കിലും ഇത്തരം തട്ടിപ്പുകളിൽ പോയി ആളുകൾ പെടാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പറയാം. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിന് ഒരുപാട് നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.